ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ ടൈമില്ല. അപ്പോൾ ശനി ഞായറും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് തുണി കഴിവായിട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇവിടെ ഈ ചുറ്റുപാടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. മഴ പെയ്ത് ഫുള്ള് പുല്ലൊക്കെ പിടിച്ച് വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. ഇവിടെയൊക്കെ ഏകദേശം ഇപ്പോൾ മഴയ്ക്ക് തൊട്ട് മുമ്പ് അച്ഛൻ വന്ന് കുറച്ചൊക്കെ വൃത്തിയാക്കി. ഇത് വീണ്ടും പുല്ലൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലോട്ട് കുറച്ച് പുല്ലുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് നേരത്തെ കുറച്ച് വൃത്തിയാക്കി. ഞാൻ അവിടെ കുറച്ച് പാഷൻ ഫ്രൂട്ടും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് മുളകും അതൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെയൊക്കെ ഞാൻ കുറച്ച് വൃത്തിയാക്കിയായിരുന്നു. ഇവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഞാൻ കുറച്ചൊക്കെ വൃത്തിയാക്കി. തളർന്നപ്പോൾ അകത്ത് കയറിയിട്ടാണ് ഞാൻ വിചാരിച്ച വീഡിയോ എടുക്കാമെന്ന്. ഇതാ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അതായത് ഇത് നമ്മൾ ചിക്കനിലിടുന്നതാണ്. ചിക്കൻ കറി വയ്ക്കുമ്പോൾ എൻ്റെ പേരെനിക്കറിയത്തില്ല. പിന്നെ ഇത് പുതിനയില. ഇത് ഞാൻ പുതിനയില മുൻപ് ഒരു ദിവസം ബിരിയാണി വയ്ക്കാൻ മേടിച്ചപ്പോഴത്തേക്ക് അത് കുറച്ച് തണ്ട് മുറിച്ചിട്ട് വെള്ളത്തിയിട്ട് വെച്ചിരുന്നു. ഞാനതൊരു വീഡിയോയിൽ കണ്ടതാണ്. എന്നിട്ട് അത് പൊടിച്ച് ആ വേര് വന്നപ്പോഴത്തേക്ക് ഞാൻ മാറ്റി നട്ടു. അപ്പോൾ അത് ഇപ്പോൾ ഇലയൊക്കെ വന്ന് പൊടിച്ച് നിൽപ്പുണ്ട്. പിന്നെ ഇതൊരു മുളക് ചെടിയാണ്. ഇത് കാന്താരിയാണോ എന്തോ. ഞാൻ ഇന്നാൾ മുളക് ഇങ്ങനെ നട്ടിട്ട് അതെല്ലാം നട്ടപ്പോൾ അത് കാന്താരി മുളകായിട്ടാണ് വന്നത്. പിന്നെ ഇത് നമ്മുടെ അലോവേറ. പിന്നെ ഇത് ഇവിടെ ജസ്റ്റ് വെറുതെ വെളിയിൽ ഞാൻ ഈ മലക്കറിയുടെ വേസ്റ്റൊക്കെ കൊണ്ടിട്ടപ്പോഴത്തേക്ക് അതിൽ നിന്ന് പൊടിച്ചൊന്ന് നമ്മുടെ ഈ മലക്കറി മുളകില്ലേ അതാണ്. അത് പക്ഷേ ഞാനിതിൽ മാറ്റി നട്ടപ്പോഴത്തേക്ക് കുറച്ച് മുളകൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഇതും അലോവേറയിൽ നിന്ന് ഞാൻ അതിൻ്റെ ഒരു തൈ വന്നപ്പോൾ മാറ്റി നട്ടതാണ്. ഞാൻ ഇതാണ് പറഞ്ഞത്, ഈ മുളക് നട്ടതെല്ലാം കാന്താരി മുളക്. ഇതൊക്കെ പൊടിച്ച് തുടങ്ങി കുറേ ദിവസമായി ഇത് നട്ടിട്ട്, കുറേ മാസങ്ങളായി. ഇപ്പോഴാണ് അതൊന്ന് പൂത്ത് കായ്ക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ കാന്താരി മുളക് ഇതൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കായ്ച്ച് വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാൻ എന്ന് വന്ന് നോക്കും, ഇങ്ങനെ പൂത്തിട്ട് ഇങ്ങനെ കള്ളപ്പൂ വന്നിട്ട് അങ്ങ് പോവും. പക്ഷേ ഇപ്പോൾ കായ്ച്ച് തുടങ്ങി, അപ്പോൾ നല്ല സന്തോഷമുണ്ട്. പിന്നെ ഇത് ഞാനിപ്പോൾ ഇന്ന് നട്ടതാണ്. ഇത് തക്കാളി. അപ്പോൾ ആ തക്കാളിയുടെ വിത്ത് കുറേ മുമ്പ് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നത്. അതിപ്പം കുറച്ചോളം എടുത്ത് നട്ടിട്ടിരുന്നു. അപ്പോൾ അത് പൊടിച്ച് വന്നത് മാറ്റി നട്ടു. ഇത് ഞാൻ കളത്തിൽ നാളെ ഒരു ദിവസം ഇങ്ങനെ ചെടികളുടെ വിത്തിടാൻ വേണ്ടി ഇട്ടിരുന്നതാണേ. ഇപ്പം ഞാൻ ഇന്നിവിടെ വൃത്തിയാക്കിയായിരുന്നു. അപ്പോൾ ഈ കളത്തിൽ പാമ്പിൻ്റെ പടം ഉണ്ടല്ലോ, അത് ഉരിച്ചിട്ടിട്ട് പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ ഫുള്ള് വൃത്തിയാക്കി. പിന്നെ അതാ ഇവിടെയൊക്കെ ഇന്ന് ഞാൻ ഫുള്ള് വൃത്തിയാക്കിയതാണ്. അതിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വൃത്തിയാക്കി. ഇനി ബാക്കി നാളെ വൃത്തിയാക്കാം. തളർന്നു ഗൈസ്. പിന്നെ ഇതാണ് പാഷൻ ഫ്രൂട്ട്. ഇതാ കാട് പോലെ നിൽക്കൊണ്ട് ഇതും കുറേ ഇങ്ങനെ പടർന്ന് വന്നതിന് ശേഷം കായിട്ട് തുടങ്ങി. ഫസ്റ്റ് വന്ന കായാണിതാ ഇത്. കാണുന്നുണ്ടോ ഗൈസ്? ഇത് ഫസ്റ്റ് വന്നത്. പൂക്കുന്നുണ്ട് ഒരുപാട്. ഇപ്പോൾ കുറച്ച് കായൊക്കെ വന്നു തുടങ്ങി. പാഷൻ ഫ്രൂട്ടിൻ്റെ ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഞാനിവിടെ ഇത് ഞാൻ നമ്മുടെ ആ തുണിയിടുന്ന അശയായിരുന്നു, അതിൽ ഇങ്ങനെ കായ്ച്ച് വരുന്നുണ്ട് പടർന്ന്. അപ്പോൾ ഇത്രയാണ് എൻ്റെ കൃഷി കാഴ്ചകളെന്ന് പറയുന്നത്. പിന്നെ വേറുണ്ട് മത്തൻ്റെതാ ഇവിടെ ഞാൻ ഇവിടെയൊക്കെ ഫുള്ള് പുല്ലൊക്കെ വാരി ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ വേര് ഇതാ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഈ മത്തൻ ഞാൻ അതിങ്ങനെ പടർന്ന് ഇവിടെയൊക്കെ ബാക്കിലോട്ടൊക്കെ അത് വളർന്ന് കിടന്നു. അതൊക്കെ ഞാൻ ഫുള്ള് ഇളക്കി കളഞ്ഞു. കാരണം ഒരുപാട് കായ് ഇങ്ങനെ വരും, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് അഴുകി ഇല്ലാതായി പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആ ഭാഗത്ത് നമ്മൾ നടക്കുന്ന സ്ഥലത്താണ് ഫുള്ള് പടർന്ന് കിടന്നത്. അതൊക്കെ പിന്നെ മാറ്റി. പിന്നെ ഇതാ ഇപ്പോൾ ഈ ഭാഗം മാത്രം ഞാൻ നിർത്തിയിട്ടുണ്ട്. കാരണം ഒരു മത്തൻ്റെ കാ വന്ന് നിൽപ്പുണ്ട്. ഇതെങ്കിലും കിട്ടുമോ ദൈവമേ, കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് മഞ്ഞയും ഇഞ്ചിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പൊടിച്ച് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് കാട് കയറി. ഇത് നമ്മുടെ ഞവരയില. ഞവരയിലയുടെ ഇടയിലും ഫുള്ള് കാടായിരുന്നു. അത് ഫുള്ള് കാടായിട്ട് കിടപ്പുണ്ട്. ഇനിയിപ്പം നാളെയും കൂടി ആയിട്ടൊക്കെ ചെയ്യാം. ഇനി ഞാൻ തളർന്നു. പിന്നെ അതാ കുറച്ച് തുണി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തുണിയും കൂടി ഒന്ന് കഴുകിയിടാം. അപ്പോൾ ഇത്രയാണ് ചെയ്ത് ഞാൻ തളർന്നു. കാരണം ഈ പുല്ലത്രയും വെട്ടണം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാട് തന്നെ. തൊഴിലുറപ്പിനൊക്കെ പോകുന്നവരെ സമ്മതിക്കണം. പാവം ആ തൊഴിലുറപ്പിനുള്ളവർ, അതുപോലെ തന്നെ ഈ കൂലിപ്പണിക്കൊക്കെ പോകുന്നവരെയൊക്കെ ഈ കിളയ്ക്കുന്നത് നല്ല ടഫാണ് കേട്ടോ, ഭയങ്കര പാട്. ഇവിടെ നമ്മുടെ അടുക്കളയുടെ ബാക്ക് വശമൊക്കെ ഞാൻ ഫുള്ള് വൃത്തിയാക്കിയതാണ്. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പിന്നെ നടന്നില്ല. ഞാൻ വെച്ചാൽ പെട്ടെന്ന് എങ്ങനെയെങ്കിലും മഴയ്ക്ക് മുമ്പ് ഇവിടെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞെങ്കിൽ ഒരു സമാധാനമായി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ അത്രയും വൃത്തിയാക്കി. ഇവിടെ ഭയങ്കര പുല്ലായിരുന്നു. അത്രയും ഞാൻ ഇത്രയും വരെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഇത്രയും കൂടി ഉണ്ട്. ഇതൊക്കെ ഇതിന് നാളെ ചെയ്യാം. ഇന്നിനി വയ്യ. മഴക്കോൾ വന്നിട്ടുണ്ട്. നമ്മളെ വീടിൻ്റെ പുറകുവശം ഫുള്ളിങ്ങനെ ഒരുപാട് കാടാണ്. ഈ പുരയിടത്തിൽ ഈ ഒരു വീടും ഈ താഴെ ഒരു വീടും ഉണ്ട്. ബാക്കി ഫുള്ളിങ്ങനെ മരങ്ങളാണ്. മൊത്തം ഒരു കാട് പോലെ നിൽപ്പുണ്ട്. പക്ഷെ നല്ല രസമാണ്, നല്ല തണുപ്പാണ്. കൊള്ളാലോ, മരങ്ങളൊക്കെ നല്ലതല്ലേ, നമ്മുടെ ഭൂമിക്ക് നല്ലതല്ലേ മരങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ.